ഗാനരംഗങ്ങളാണ് സിനിമയെ മനോഹരമാക്കുന്നത്. നായകന്റെയും നായികയുടെയും പ്രണയചിന്തകൾക്ക് നിറം പകരാൻ നിരവധി മനോഹര ഗാനങ്ങൾ, താരങ്ങളുടെ പേരിലറിയപ്പെടുന്ന ഗാനങ്ങൾ, ഗായകരുടെ പേരിലറിയപ്പെടുന്ന ഗാനങ്ങൾ, സംഗീത സംവിധായകരുടെ പേരിലറിയപ്പെടുന്ന ഗാനങ്ങൾ, ഇവയെല്ലാം ഒരുമിക്കുകയാണ് സെല്ലുലോയിഡ്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 6 മണി മുതൽ 7 മണി വരെയും നിങ്ങൾക്കൊപ്പം നമ്മുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോയിൽ സെല്ലുലോയിഡുമായി ഞാൻ RJ സ്റ്റെഫി. സെല്ലുലോയിഡ്. ഹായ് ലിസണേഴ്സ്, എല്ലാവർക്കും സെല്ലുലോയിഡിലെ താരവിശേഷങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി പുഞ്ചിരിച്ച മുഖവുമായി മലയാള സിനിമകളിലെ ഇന്നലകളിൽ നിറഞ്ഞു നിന്നൊരു നടിയാണ് ഇന്നത്തെ നമ്മുടെ സെല്ലുലോയിഡ് താരം. നടന വിസ്മയം കൊണ്ടും സ്വരമാധുര്യം കൊണ്ടും ഓമനത്വം നിറഞ്ഞ പുഞ്ചിരി തൂകുന്ന മുഖം കൊണ്ടും മലയാള മനസ്സുകളിൽ ഇടം നേടിയ പ്രതിഭ മോനിഷ ഉണ്ണി. ആദ്യ സിനിമയിൽ തന്നെ തന്റെ പ്രതിഭ തെളിയിച്ച താരം 1986 മുതൽ 1992 വരെ ചലച്ചിത്ര ലോകത്ത് സജീവ സാന്നിധ്യം. 1971 ജനുവരി 24 നാരായണ ഉണ്ണിയുടെയും ശ്രീദേവി ഉണ്ണിയുടെയും മകളായി കോഴിക്കോട് പന്നിയൻകരയിൽ ജനനം. ചെറുപ്രായത്തിൽ തന്നെ മോനിഷ നൃത്തത്തിലും സംഗീതത്തിലും തന്റെ കഴിവുകൾ തെളിയിച്ചിരുന്നു. മോനിഷയ്ക്ക് 9 വയസ്സ് പ്രായമുള്ളപ്പോൾ 1985 കർണാടക സ്റ്റേറ്റ് ലെവൽ മോഹിനിയാട്ട കോമ്പറ്റീഷനിൽ കൗശിക അവാർഡിനും അർഹയായിട്ടുണ്ട്. അഭിനയ ജീവിതത്തിലെ ചെറിയ കാലയളവിൽ നല്ല കുറെ ചലച്ചിത്രങ്ങളിലാണ് മോനിഷ എന്ന നടി അഭിനയിച്ചിട്ടുള്ളത്. മലയാളി മനസ്സുകൾ മറക്കാത്ത ചലച്ചിത്രങ്ങൾ എന്നു തന്നെ വിശേഷിപ്പിക്കാം. മഞ്ഞൾ പ്രസാദം നെറ്റിയിൽ ചാർത്തിയ മോനിഷയെ ആ പാട്ടിലൂടെ തന്നെ നമുക്ക് ഓർക്കാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിയുണ്ടു ചുറ്റി. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിയുണ്ടു ചുറ്റി. ഇന്നെന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേലി വന്നു ചിരി തൂകി നിന്നു. വന്നു ചിരി തൂകി നിന്നു. ഓ വന്നു ചിരി തൂകി നിന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി. കുന്നിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു. ഓ ഞാൻ തൊട്ടെടുത്തു. കുന്നിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു. ഓ ഞാൻ തൊട്ടെടുത്തു. എൻ വിരൽ തുമ്പിൽ നിന്നാ വന്ന രേണുക്കൾ എൻ നെഞ്ചിലാകെ പടർന്നു. ഒരു പൂമ്പുലർവേള വിടർന്നു. ഓ പൂമ്പുലർവേള വിടർന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി
പാടിയൊരീണങ്ങളൊക്കെയും നിന്നെ കുറിച്ചായിരുന്നു. പിന്നെ ഞാൻ പാടിയൊരീണങ്ങളൊക്കെയും നിന്നെ കുറിച്ചായിരുന്നു. അന്തിമയങ്ങിയ നേരത്തു നീ ഒന്നും മിണ്ടാതെ പോയി. എന്റെ നെഞ്ചിലെ മൈനയും തേങ്ങി, ഓ നെഞ്ചിലെ മൈനയും തേങ്ങി. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി. ഇന്നെന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേലി വന്നു ചിരി തൂകി നിന്നു. വന്നു ചിരി തൂകി നിന്നു. ഓ വന്നു ചിരി തൂകി നിന്നു. ഓ വന്നു ചിരി തൂകി നിന്നു. Are you planning to be a doctor but worried about the costs? Why not do your MBBS from Bulgaria and save thousands of pounds each year? MBBS from Bulgaria is accredited by General Medical Council and eligible to practice in the UK. Call globalstudylink.co.uk. They would help you secure admission and would provide full assistance in relocation. Courses start in September and February. Call 0203 5951 999. That's 0203 5951 999. ഹലോ എവ്രിവൺ. ചേട്ടാ ചേച്ചി നമസ്കാരമുണ്ട് കേട്ടോ. കോയക്കാ ഇങ്ങളുണ്ടായിരുന്നു, ഞമ്മള് കണ്ടില്ല കേട്ടോ. അസ്സലാമു അലൈക്കും. പൂച്ചക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യമെന്നല്ലേ ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത്? എങ്കിൽ കേട്ടോളൂ, ഇനി കുറച്ചു കാലം ഈ പൂച്ച ഇവിടൊക്കെ തന്നെ കറങ്ങി നടപ്പുണ്ടാവും. നിങ്ങളോടൊപ്പം നമ്മളുടെ ഇല്ലന്മാരിൽ അമ്മണിക്കുട്ടി ഓൺ ദി സ്പോട്ട് എന്ന പ്രോഗ്രാമുമായിട്ട് ചേർന്നത് RJ സ്മിത. നിങ്ങൾക്ക് ഈ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്യാപിറ്റൽ എവിടെയാണെന്നറിയാമോ? ഇല്ലെങ്കിൽ വേണ്ട. നല്ല കൊടംപുളിയിട്ട് വെച്ച മീൻ കറിയുടെ കൂടെ നാടൻ കപ്പത ഇങ്ങനെ ഒരു പിടിപിടിച്ചല്ലേ എങ്ങനെ ഇരിക്കുമെന്നറിയാമോ? അല്ലെങ്കിൽ അതും വേണ്ട. ക്യാൻ ഫിലിം ഫെസ്റ്റിവലില് നമ്മുടെ ആ സുന്ദരിക്കോത ഐശ്വര്യ റായ് ഇട്ടുകൊണ്ട് പോയ ഗൗണിന്റെ കളറെങ്കിലും ഏതാണെന്നറിയാമോ? ഇതൊന്നും അറിയത്തില്ലെങ്കിൽ എന്നോടൊപ്പം കൂടിക്കൊള്ളൂ. ഈ ലോകത്തിൽ സൂര്യന് കീഴിലുള്ള എന്ത് കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കത്തിവെച്ചും സ്വര പറഞ്ഞും കൂട്ടുകൂടാം. ഇനി മുതൽ ലണ്ടൻ മലയാളം റേഡിയോയിൽ അമ്മണിക്കുട്ടിയായിട്ട് ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. നിങ്ങളുടെ സ്വന്തം RJ സ്മിത. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. വെൽക്കം ബാക്ക് ടു ദി ഷോ സെല്ലുലോയിഡ്. മോനിഷ ഉണ്ണിയുടെ സിനിമാ ലോകത്തേക്കുള്ള വരവ് സംവിധായകൻ MT വാസുദേവൻ നായരുടെ സഹായത്തോടെയായിരുന്നു. MT വാസുദേവൻ നായർ തിരക്കഥയും ഹരിഹരൻ സംവിധാനം ചെയ്ത 1986 പുറത്തിറങ്ങിയ നഖശതങ്ങൾ എന്ന ചലച്ചിത്രത്തിലൂടെയാണ് മോനിഷ മലയാളി മനസ്സിൽ ചേക്കേറിയത്. ആദ്യമായി അഭിനയിച്ച ചലച്ചിത്രത്തിന് തന്നെ മോനിഷ ബെസ്റ്റ് ആക്ട്രസിനുള്ള നാഷണൽ ഫിലിം അവാർഡിനും അർഹയായി. ശാരദ, ശോഭന, മീര ജാസ്മിൻ, പിന്നെ 2017 നാഷണൽ ഫിലിം അവാർഡ് ലഭിച്ച സുരഭി ലക്ഷ്മി ഉൾപ്പെടെ 6 നടികൾക്കാണ് ഇതുവരെ ഈ അവാർഡ് ലഭിച്ചവർ. ഇതിൽ ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ നടി കൂടിയാണ് മോനിഷ. 16 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മോനിഷ അവാർഡ് നേടിയത്. മോനിഷ ഉണ്ണിയെ ഇന്നും പ്രേക്ഷക മനസ്സുകൾ ഓർക്കുന്നത് നഖശതങ്ങൾ എന്ന സിനിമയിൽ പുഞ്ചിരി തൂക്കിയെത്തിയ കൊച്ചു മോനിഷയായാണ്. നഖശതങ്ങൾ എന്ന സിനിമയിൽ ഗൗരി എന്ന കഥാപാത്രമായാണ് മോനിഷ അഭിനയിച്ചിരിക്കുന്നത്. ഇതിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് വിനീത്, സലീമ, തിലകൻ എന്നിവരാണ്. ഒരു ട്രയാങ്കിൾ പ്രണയകഥയാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. നഖശതങ്ങൾ എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. നീരാടുവാ നിളയിൽ നീരാടുവാ, നീരാടുവാ നിളയിൽ നീരാടുവാ. നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ, നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ. നീരാടുവാൻ നിളയിൽ നീ
ചന്ദന കുളിരണിഞ്ഞു. ഈറനാം വെണ്ണിലാവിൻ പൂമ്പുടവയഴിഞ്ഞു. ഈ നദീ തൻ കുളീനങ്ങൾ ചന്ദന കുളിരണിഞ്ഞു. പൂമ്പുടവ തുമ്പിലെ കസവെടുത്തു പൂക്കൈത കന്യകമാ മുടിയിൽ വച്ചു. നീരാടുവാ നിളയിൽ നീരാടുവാ, നീരാടുവാ നിളയിൽ നീരാടുവാ. പൂക്കളും കാറ്റിലാടിയുലഞ്ഞു. ആലിമാലി മണൽ തട്ടും ആതിരപ്പൂവണിഞ്ഞു. ആറ്റുവഞ്ഞി പൂക്കളും കാറ്റിലാടിയുലഞ്ഞു. ആലിമാലി മണൽ തട്ടും ആതിരപ്പൂവണിഞ്ഞു. ആലിന്റെ കൊമ്പത്തെ ഗന്ധർവനോ ആരെയോ മന്ത്രമോദി ഉണർത്തിയിടുന്നു. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. നീ എന്റെ വൈകി വന്നു പൂന്തിങ്കളേ, നീ എന്റെ വൈകി വന്നു പൂന്തിങ്കളേ. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ LMR, the station that loves God's own country and its people. London, Malayalam Radio. എടാ വിജയ, എന്താടാ ദാസ? എടാ നമ്മുടെ ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ? മനുഷ്യരോമം കൊണ്ട് കുപ്പായം, പ്രേതങ്ങളുടെ ടൂറിസ്റ്റ് സ്പോട്ട്, 192 കിലോയുള്ള 10 വയസ്സുകാരൻ. ഭയങ്കരം തന്നെ. അല്ല വിജയ, ഇതൊക്കെ നീ എവിടെന്നാ കേട്ടത്? എടാ നിനക്കറിയില്ലേ, നമ്മുടെ ലണ്ടൻ മലയാളം റേഡിയോ. അതെ, ലണ്ടൻ മലയാളം റേഡിയോയിൽ അത്ഭുത ദ്വീപിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു RJ മീനു. ഇതുവരെ കേൾക്കാത്ത കൗതുക വിശേഷങ്ങളുടെ ലോകവുമായി അത്ഭുത ദ്വീപ് എല്ലാ ദിവസവും നിങ്ങളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോയിൽ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. എടാ വിജയ, എന്നാലും നമുക്കെന്താ ഈ റേഡിയോ നേരത്തെ ട്യൂൺ ചെയ്യാൻ തോന്നാഞ്ഞേ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. സെല്ലുലോയിഡ് വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ RJ സ്റ്റെഫി. മോനിഷ എന്ന നടി നഖശതങ്ങൾ എന്ന ചിത്രത്തിനു ശേഷം 1987 പ്രതാപ് പോത്തൻ സംവിധാനം ചെയ്ത ഋതുഭേദം എന്ന ചിത്രത്തിലാണ് അഭിനയിച്ചത്. ബാലചന്ദ്ര മേനോൻ, തിലകൻ, വിനീത്, മുരളി എന്നിവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ തിരക്കഥയും MT വാസുദേവൻ നായരാണ് ചെയ്തിരിക്കുന്നത്. മോനിഷ അഭിനയിച്ച മറ്റ് പ്രധാന ചിത്രങ്ങളിൽ ഒന്നാണ് പെരുന്തച്ചൻ. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ അജയൻ 1991 സംവിധാനം ചെയ്ത ചിത്രമാണിത്. കുഞ്ഞിക്കാവ് തമ്പുരാട്ടി എന്ന കഥാപാത്രമായാണ് മോനിഷ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. തിലകൻ, വിനയ പ്രസാദ്, പ്രശാന്ത് എന്നിവരാണ് മറ്റു വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. പെരുന്തച്ചന്റെ മകനെ പ്രണയിക്കുന്ന തമ്പുരാട്ടിയായാണ് ഈ ചിത്രത്തിൽ മോനിഷയുടെ കഥാപാത്രം. തന്റേതായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന കഥാപാത്രം. അത്രയും നാൾ വരെയുള്ള അഭിനയ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ കഥാപാത്രമായിരുന്നു പെരുന്തച്ചനിൽ മോനിഷ ചെയ്തത്.
അതുപോലെ തന്നെ മലയാളി ജനശ്രദ്ധ നേടിയ ചിത്രമാണ് SK പൊറ്റക്കാടിന്റെ കടത്തുതോണി എന്ന കഥയുടെ അടിസ്ഥാനത്തിൽ MT വാസുദേവൻ നായർ തിരക്കഥയും സംവിധാനവും ചെയ്ത കടവ് എന്ന ചലച്ചിത്രം. കുറഞ്ഞ കാലം കൊണ്ട് നല്ല കുറെ ചിത്രങ്ങളിലാണ് മോനിഷ അഭിനയിച്ചത്. സെല്ലുലോയിഡിൽ ഇനി നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. വിടില്ല നിന്നെ വിടില്ല, വിടില്ല 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 എന്നോടി വളയിട്ട കൈ പിടിച്ച് കുളിർ കാറ്റ്. വിടില്ല നിന്നെ വിടില്ല, വിടില്ല 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 എന്നോടി വളയിട്ട കൈ പിടിച്ച് കുളിർ കാറ്റ്. ചുറ്റി ചുറ്റി പിടിച്ചല്ലോ കളിത്തോഴി. വിട്ടയക്കില്ല നിന്നെ വിട്ടയക്കില്ല, വിട്ടയക്കില്ല നിന്നെ വിട്ടയക്കില്ല. വിടില്ല 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 എന്നോടി വളയിട്ട കൈ പിടിച്ച് കുളിർ കാറ്റ്. ഇത്രനാളീ വസന്തം, ഇത്രനാളീ വസന്തം ഇത്തിരിപ്പു തന്നെഞ്ചിലൊളിച്ചു വെച്ചു. ഇത്രനാൾ ഈ സുഗന്ധം കൊച്ചു തെന്നൽ ഹൃദയത്തിൽ കൊണ്ടു നടന്നു. വിട്ടയക്കില്ല നിന്നെ വിട്ടയക്കില്ല, വിട്ടയക്കില്ല നിന്നെ അയ്യോ ബോസ്, നമ്മുടെ അന്യഗ്രഹ ഭാഷയൊന്നും ഇവിടത്തുകാർക്കറിയില്ല. ഇവിടെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ഗൂഗിൾ വഴി മലയാളവും ഇംഗ്ലീഷും ബോസിന്റെ വായിലേക്ക് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു. എടാ, ഏതാടാ ഈ ജംഗ്ഷൻ? ഒരു ബോർഡ് കാണുന്നുണ്ട്. എന്താടാ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഒന്ന് വായിക്കടാ. അതിന് എന്റെ കണ്ണ് തീരെ പിടിക്കുന്നില്ല. ബോസ് തന്നെ വായിക്കും. അതിനെനിക്ക് എഴുത്തും വായനയും അറിയണ്ടേടാ. ഓ, നിങ്ങൾ അന്യഗ്രഹ ജീവികളാണല്ലേ. ഇത് ആഷ് ജംഗ്ഷൻ. And my name is Ash from Pluto. എന്താ ഈ ആഷ് ജംഗ്ഷന്റെ ഒരു പ്രത്യേകത? ഇവിടെ വർത്തമാന കാലഘട്ടത്തിലെ പുതിയ പരിഷ്കാരങ്ങളും ആശയങ്ങളും പുതുപുത്തൻ പാട്ടുകളുമായി ഇത് ആഷ് ജംഗ്ഷൻ. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഈ ആഭരണങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. ഇതൊക്കെ നാട്ടിൽ വെച്ചിട്ട് പോന്നാ പോരായിരുന്നോ? അതിനെന്നാത്തിനയച്ചാൻ ഇപ്പൊ അങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതിനല്ലേ ഇവിടെ UAE എക്സ്ചേഞ്ച്. നീ എന്നതാ ഈ പറയുന്നേ? അതെ ഇച്ചായ,
UAE എക്സ്ചേഞ്ച് പുതിയതായി ഒരു ഗോൾഡ് ലോക്ക് സംവിധാനം കൊണ്ടുവരുന്നു. ഓ, അതൊക്കെ വലിയ ചെലവുള്ള കാര്യങ്ങളായിരിക്കും. ഇല്ലെന്നേ, ദിവസം വെറും 22 പെൻസ് പോലും ആകില്ല. മാത്രവുമല്ല, ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ സൗകര്യം ലഭ്യവുമാണ്. UAE Exchange UK introduces safe deposit lockers at their Wembley branch. Phone 0203 07 87623. UAE എക്സ്ചേഞ്ച്. UAE Exchange. വെൽക്കം ബാക്ക് ടു സെല്ലുലോയിഡ് വിശേഷങ്ങളുമായി ഞാൻ RJ സ്റ്റെഫി. 1988 ടി ദാമോദരന്റെ തിരക്കഥയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ആര്യൻ. മോഹൻലാലാണ് ഇതിലെ ലീഡിംഗ് റോൾ ചെയ്തിരിക്കുന്നത്. ചെറിയ റോൾ ആണെങ്കിലും ജനശ്രദ്ധ നേടിയ കഥാപാത്രത്തെയാണ് മോനിഷ ഇതിൽ ചെയ്തിരിക്കുന്നത്. മലയാള സിനിമയിൽ മാത്രമല്ല, തമിഴിലും കന്നഡയിലും മോനിഷ അഭിനയ മികവ് തെളിയിച്ചിട്ടുണ്ട്. 1987 ശ്രീധർ രാജൻ സംവിധാനം ചെയ്ത പൂക്കൾ വിടുന്നത് എന്ന സിനിമയിലും 1988 ആര്യൻ എന്ന ചിത്രം റീമേക്ക് ചെയ്ത് കൃഷ്ണമൂർത്തി പുറത്തിറക്കിയ ചിത്രമാണ് ദ്രാവിഡൻ. പിന്നീട് 1992 ഉന്നേ നിനച്ചേൻ പാട്ടുപടിച്ചേൻ എന്ന ചിത്രത്തിലും 1993 മണിവണ്ണൻ സംവിധാനം ചെയ്ത മൂന്നാവത് കൺ എന്ന സിനിമയിലും മോനിഷ അഭിനയിച്ചു. മോനിഷയുടെ ചെറിയ സിനിമാ ജീവിതയാത്രയിൽ 26ഓളം സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. മോനിഷ അഭിനയിച്ച ചലച്ചിത്രങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നഖശതങ്ങൾ, പെരുന്തച്ചൻ, കമലദളം, ഉന്നേ നിനച്ചേൻ പാട്ടുപടിച്ചേൻ എന്നീ ചിത്രങ്ങളാണ് എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓർമ്മ വരിക. മോനിഷയുടെ ബാക്കി സിനിമാ വിശേഷങ്ങൾ കേൾക്കും മുൻപ് നല്ലൊരു പാട്ട് കേൾക്കാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. என்னை தொட்டு அள்ளிக்கொண்ட மன்னன் பேரும் என்னடி, எனக்கு சொல்லடி விஷயம் என்னடி, நெஞ்சை தொட்டு பின்னிக் கொண்ட கண்ணன் ஓரும் என்னடி, எனக்கு சொல்லடி விஷயம் என்னடி, அன்பே ஓடிவா அன்பால் கூடவா பைங்கிளி, நிதமும் என்னை தொட்டு அள்ளிக்கொண்ட மன்னன் பேரும் என்னடி, எனக்கு சொல்லடி விஷயம் என்னடி. சொர்க்கம் என்னை சீராட்ட வரணும், பொன்னி பொன்னி நதி நீராட வரணும், என்னை என்னை நீதம் நீயாள வரணும், பெண் மனசு காணாத இந்திர ஜாலத்தை அள்ளித்தர தானாக வந்துவிடு, என்னுயிரை தீயாக்கும் மன்மத பாணத்தை கண்டு கொஞ்சம் காப்பாற்றி தந்துவிடு, அன்பே ஓடிவா அன்பால் கூடவா, அன்பே ஓடிவா அன்பால் கூடவா பைங்கிளி, நிதமும் என்னை தொட்டு நெஞ்சை தொட்டு என்னை தொட்டு அள்ளிக்கொண்ட மங்கை பேரும் என்னடி, எனக்கு சொல்லடி விஷயம் என்னடி, நெஞ்சை தொட்டு பின்னிக் கொண்ட நங்கை ஊரும் என்னடி, எனக்கு சொல்லடி விஷயம் என்னடி. மஞ்சள் மஞ்சள் கொஞ்சம் பொன்னான மலரே, ஊஞ்சல் ஊஞ்சல் தன்னில் தானாடும் நிலவே, மின்னல் மின்னல் கொடி போலாடும் அழகே, கண்ணல் கண்ணல் மொழி நீ பாடு குயிலே, கட்டுக்குள்ள நிற்காது திரிந்த காளையை கட்டிவிட்டு கண் சிரிக்கும் சுந்தரியே,
அக்கரையும் இக்கரையும் கடந்த வெள்ளத்தை கட்டி அணை கட்டி வைத்த பைங்கிளியே என்னில் நீயடி உன்னில் நானடி என்னில் நீயடி உன்னில் நானடி ஓ பைங்கிளி நீதமும் என்னை தொட்டு அள்ளிக்கொண்ட மங்கை பேரும் என்னடி எனக்கு சொல்லடி விஷயம் என்னடி நெஞ்சை தொட்டு பின்னிக் கொண்ட நங்கை ஊரும் என்னடி எனக்கு சொல்லடி விஷயம் என்னடி அந்தே ஓடிவா அன்பால் கூடவா ஓ பைங்கிளி நீதமும் என்னை தொட்டு அள்ளிக்கொண்ட மங்கை பேரும் என்னடி எனக்கு சொல்லடி விஷயம் என்னடி வணக்கம் நேயர்களே, உங்களுக்கு பிடிச்ச தமிழ் பாடல்களை இப்போ நீங்க உங்க சொந்த லண்டன் மலையாளம் ரேடியோல திரைத்தென்றல் நிகழ்ச்சியில கேட்கலாம். திரைத்தென்றல் நிகழ்ச்சியில நீங்க உங்க ஃப்ரெண்ட்ஸ் ஃபேமிலிக்கு பர்த்டே இல்ல ஆனிவர்சரி விஷஸ் சொல்லலாம். அண்ட் அவங்களுக்கு பிடிச்ச சாங் கூட டெடிகேட் பண்ணலாம். நீ பாதி நான் பாதி கண்ணே அருகில் நீ இன்றி தூங்காது கண்ணே காத்தோடு மலராட காக்குடலாட காதோரம் லோலாக்கு தங்கதி பாட. நான் உங்க ஆஜி அனுகிருஷ்ணா உங்களுக்கு பிடிச்ச தமிழ் பாடல்களோடு உங்களுடன் இணைந்திருப்பேன் திரைத்தென்றல் நிகழ்ச்சி மூலமா வியாழந்தோறும் இரவு 8 வரைக்கும். திரைத்தென்றல் தென்றலை ரசிக்கும் போது பல நினைவுகள் வர்ற மாதிரி உங்களுக்கு மகிழ்ச்சி தர வருகிறது തിരത്തെன்றൽ. ബ്രിസ്റ്റോൾ വാരിയേഴ്സും വാക്കിംഗ് മലയാളി അസോസിയേഷനും സംയുക്തമായി ബ്രിസ്റ്റോളിൽ വെച്ച് ജൂൺ 11 നടത്തുന്ന ഓൾ UK 2020 ക്രിക്കറ്റ് ടൂർണമെന്റിലേക്ക് യുകെയിലെ എല്ലാ ക്രിക്കറ്റ് ടീമുകളെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഓൾ UK 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന് ലണ്ടൻ മലയാളം റേഡിയോയുടെ ആശംസകൾ. ആകാശമേടയ്ക്ക് വാതിലുണ്ടോ ആകാശമേടയ്ക്ക് വാതിലുണ്ടോ താഴുണ്ടോ തഴുതുണ്ടോ പാറാവുണ്ടോ താഴുണ്ടോ തഴുതുണ്ടോ പാറാവുണ്ടോ എതിലേ എതിലേ വെയിൽ പോയതേതു വഴിയേ ആകാശമേടയ്ക്ക് വാതിലുണ്ടോ ആകാശമേടയ്ക്ക് വാതിലുണ്ടോ താഴുണ്ടോ തഴുതുണ്ടോ പാറാവുണ്ടോ താഴുണ്ടോ തഴുതുണ്ടോ പാറാവുണ്ടോ എതിലേ എതിലേ വെയിൽ പോയതേതു വഴിയേ. ദരരം 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 ആരോരും കാണാതെ ആ നല്ല പൂമീട കണ്ടേവരാ ആരാരോ ഓരുന്നു പൂമീട പൂട്ട് തുറന്നേതരാ ആരോരും കാണാതെ ആ നല്ല ഭൂമിയിട കണ്ടേവരാ ആരാരോ പോരുന്നു ഭൂമിയിട പൂട്ട് തുറന്നേതരാ വരവായി വരവായി ചിരകാർന്ന മോഹമിതിലേ ആകാശമേടയ്ക്ക് വാതിലുണ്ടോ ആകാശമേടയ്ക്ക് വാതിലുണ്ടോ താഴുണ്ടോ തഴുതുണ്ടോ പാറാവുണ്ടോ
താഴുണ്ടോ തഴുതുണ്ടോ പാറാവുണ്ടോ എതിലേ എതിലേ വെയിൽ പോയതേത് വഴിയേ ജിഗജിം 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 കാണാതെ പോയ രാജകുമാരിയെ വീണ്ടെടുക്കാൻ മന്ത്രത്താൽ പായുന്ന മിന്നലിൻ ചേരുള്ള കുതിരയുണ്ടോ കാണാതെ പോയ രാജകുമാരിയെ വീണ്ടെടുക്കാൻ മന്ത്രത്താൽ പായുന്ന മിന്നലിൽ ചേരുള്ള കുതിരയുണ്ടോ വരവായി വരവായി ചിറകാർന്ന മോഹമിതിലേ ആകാശമേടയ്ക്ക് വാതിലുണ്ടോ ആകാശമേടയ്ക്ക് വാതിലുണ്ടോ താഴുണ്ടോ തഴുതുണ്ടോ പാറാവുണ്ടോ താഴുണ്ടോ തഴുതുണ്ടോ പാറാവുണ്ടോ എതിലേ എതിലേ വെയിൽ പോയതേത് വഴിയേ ചേഞ്ച് ഈസ് ഇന്നെവിറ്റബിൾ. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സമകാലീന സംഭവ വികാസങ്ങളിൽ ഉണ്ടാവേണ്ടതായ അനിവാര്യമായ മാറ്റങ്ങളെക്കുറിച്ച് ആനുകാലിക രാഷ്ട്രീയ കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരുമായി സജീവമായ ചർച്ചകളുമായി LMR വ്യൂ പോയിന്റ്സിൽ ഞാൻ എത്തുന്നു. നിങ്ങളുടെ RJ സത്യം. ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. സെല്ലുലോയിഡിലെ മോനിഷ വിശേഷങ്ങൾക്കൊപ്പം നിങ്ങളുടെ കൂടെ ഞാൻ RJ സ്റ്റെഫി. ലോഹിതദാസിന്റെ തിരക്കഥയിൽ 1992 സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് കമലദളം. ഈ ചിത്രത്തിൽ മാളവിക എന്ന കഥാപാത്രത്തെയാണ് മോനിഷ അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാൽ, വിനീത്, നെടുമുടി വേണു, സുകുമാരി തുടങ്ങിയവരാണ് മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. നൃത്തത്തിനും സംഗീതത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള സിനിമ കൂടിയാണിത്. നടന വിസ്മയം കൊണ്ടും സ്വരമാധുര്യം കൊണ്ടും ഈ സിനിമയുടെ ലാവണ്യം ഒന്നുകൂടി കൂടി. നന്ദഗോപൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗുരുശിഷ്യ ബന്ധത്തിൽ ശിഷ്യയ്ക്ക് ഗുരുവിനോട് തോന്നിയ ദേഷ്യം ആരാധനയായും പിന്നീട് അത് പ്രണയത്തിലോട്ട് വഴിമാറുന്നതുമാണ് ഈ കഥയിൽ പറയുന്നത്. വിനീതും മോനിഷയും മോഹൻലാലും ഈ സിനിമയിലെ നൃത്തരംഗങ്ങൾ താളലയഭാവത്തോടെ ചുവടുവെച്ച് മനോഹരമാക്കി തീർത്തു. ഈ സിനിമയിലെ നന്ദഗോപൻ എന്ന കഥാപാത്രത്തിനു വേണ്ടി മോഹൻലാലിന് നൃത്തച്ചുവടുകൾ പഠിപ്പിച്ചതും സഹായിച്ചതും മോനിഷയും വിനീതുമായിരുന്നു. ഈ ചിത്രത്തിൽ രവീന്ദ്രൻ മാഷാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. KJ യേശുദാസ്, KS ചിത്ര, ലതാ രാജു, MG ശ്രീകുമാർ, സുജാത എന്നിവരാണ് പാട്ടിന്റെ പിന്നിലെ ശബ്ദവിസ്മയങ്ങൾ. കമലദളം എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് കേൾക്കാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. പ്രേമോദാരന അണയൂ നാഥ പ്രേമോദാരന അണയൂ നാഥ പനിനിലാവലയിലൊഴുകുമീ അനഘരാസരാത്രി ലയപൂർണമായിതാ പ്രേമോദാരനായി അണയൂ നാഥ
നളഹൃദയത്താളമോടെ ദമയന്തിയാടുമാലോല നടന വേഗങ്ങൾ തൂവുമഴകിൽ കളിവിളക്കിന്റെ തങ്കനാളങ്ങൾ പൂത്തു നിൽക്കുന്നിതാ, കളിവിളക്കിന്റെ തങ്കനാളങ്ങൾ പൂത്തു നിൽക്കുന്നിതാ. തിരയിളക്കുന്ന മഞ്ജുവേഷങ്ങൾ നൃത്തമാടുന്നിതാ, തിരയിളക്കുന്ന മഞ്ജുവേഷങ്ങൾ നൃത്തമാടുന്നിതാ. പ്രേമോദാരനാ അണയൂ നാഥാ. പാദസത്തിക്കറി സനിത ഗരി മാഗരി സരസ ഗരി സനിത സനിതപ പദ പദ സനിത പദരി സനിതപ. ദേവലോകമുണരും നീരാഗമാകുമെങ്കിൽ കാളിന്തി പോലുമാനീലരാഗമോടുന്ന ചേലിലൊഴുകും. ഗോപവൃന്ദങ്ങൾ നടനമാടും ഈ ശ്യാമതീരങ്ങളിൽ, ഗോപവൃന്ദങ്ങൾ നടനമാടും ഈ ശ്യാമതീരങ്ങളിൽ. വർണ്ണമേഘങ്ങൾ പീലി നീർത്തും ഈ സ്നേഹവാടങ്ങളിൽ, വർണ്ണമേഘങ്ങൾ പീലി നീർത്തും ഈ സ്നേഹവാടങ്ങളിൽ. പ്രേമോദാരയാ അണയൂ ദേവി. പ്രേമോദാരനാ അണയൂ നാഥാ. പനിനിലാവലയിലൊഴുകുമീ അനഘരാസരാത്രിലയ പൂർണ്ണമായിതാ. പ്രേമോദാരനായി അണയൂ നാഥ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഹര ഹര ഭോലെ നമഃ ശിവായ. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 7 മണി വരെ ഭക്തിയുടെ നിറവിൽ ലണ്ടൻ മലയാളം റേഡിയോ. മുറിവിൽ നിന്നൊഴുകും രക്തമെന്നും കേൾവിയിലൂടെ മനസ്സുകൾ ഭക്തിസാന്ദ്രമാകട്ടെ. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈ 7 ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ബാക്ക് ടു ദി ഷോ സെല്ലുലോയിഡ്. സെല്ലുലോയിഡ് വിശേഷങ്ങളുമായി നിങ്ങൾക്കൊപ്പം ഞാൻ RJ ഷെഫി. മോനിഷയുടെ അമ്മ ശ്രീദേവി ഉണ്ണി നടിയും നർത്തകിയുമാണ്. ശ്രീദേവി ഉണ്ണിയുടെ മനസ്സിൽ ഇന്നും മകൾ ജീവിക്കുന്ന മോനിഷയാണ്. കലാക്ഷേത്ര പോലെ വലിയൊരു ഡാൻസ് സ്കൂൾ മോനിഷയുടെ സ്വപ്നമായിരുന്നുവെന്ന് ശ്രീദേവി ഉണ്ണി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മോനിഷ അഭിനയം നിർത്തുമ്പോൾ അമ്മ അഭിനയം തുടങ്ങണമെന്നും മോനിഷ പറഞ്ഞിരുന്നതായി ശ്രീദേവി ഉണ്ണി പറഞ്ഞിട്ടുണ്ട്. ശ്രീദേവി ഉണ്ണി നല്ല കുറെ സിനിമകളിലും അഭിനയിച്ചു. ബെസ്റ്റ് കണ്ടക്ടർ, നിവേദ്യം, നീലത്താമര, ഡയമണ്ട് നെക്ലേസ്, കസിൻസ് തുടങ്ങിയ ഹിറ്റ് സിനിമകളിലാണ് ശ്രീദേവി ഉണ്ണി അഭിനയിച്ചിരിക്കുന്നത്. മോനിഷ എന്ന കലാപ്രതിഭ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്തെ
പോപ്പുലർ നടിയായി മാറുമായിരുന്നു. വിനീതിനോടൊപ്പമാണ് മോനിഷ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ MT വാസുദേവൻ നായർ, ഹരിഹരൻ, പ്രിയദർശൻ, അജയൻ, കമൽ, സിബി മലയിൽ തുടങ്ങിയ പ്രശസ്ത സംവിധായകരുടെ സിനിമകളിലും മോനിഷ അഭിനയിച്ചിട്ടുണ്ട്. മോനിഷയുടെ അഭിനയ ജീവിതത്തിന്റെ ചെറിയ കാലയളവിൽ അഭിനയിച്ച ചിത്രങ്ങളെല്ലാം ഏറെ ജനശ്രദ്ധ നേടിയത് തന്നെയായിരുന്നു. മലയാളി മനസ്സുകളുടെ മനസ്സിൽ ഇന്നും മോനിഷയെ ഓർക്കാൻ നല്ല കുറെ സിനിമകൾ. അങ്ങനെ വേണം മോനിഷ അഭിനയിച്ച ചിത്രങ്ങളെ വിശേഷിപ്പിക്കാൻ തന്നെ. മോനിഷ അഭിനയിച്ച സിനിമയിലെ നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. പൊന്മുരളിയൂതും കാട്ടിൽ ഈണമലിയും പോലെ പഞ്ചമം തേടും കുയിലിൻ താളമിയലും പോലെ കനവിലൊഴുകാം ഭാവമായി ആരുമറിയാതെ പൊന്മുരളിയൂതും കാട്ടിൽ താളമിയലും പോലെ മാരനൊഴിയും പീലി വിരിയും മാരിമുകിലുരുകുമ്പോൾ തിരകളിൽ തിരയായി നുരയുമ്പോൾ കഞ്ചുകം കുളിരെ മുറുകുമ്പോൾ പവിഴമാറിൽ തിരയും ഞാൻ ആരുമറിയാതെ പൊന്മുരളിയൂതും കാറ്റിൽ ഈണമലിയും പോലെ പഞ്ചമം തേടും കുയിലിൻ താളമിയലും പോലെ സങ്കൽപ്പമന്ദാരം തളിരിടും രാസകുഞ്ചങ്ങളിൽ കുങ്കുമം കവരും സന്ധ്യകളിൽ അഴകിലെ അഴകായി അലയുമ്പോൾ കാണു നാം അരികെ ശുഭകാലം ആരുമറിയാതെ പൊന്മുരളിയൂതും കാറ്റിൽ ഈണമലിയും പോലെ പഞ്ചമം തേടും കുയിലിൻ താളമിയലും പോലെ കനവിലൊഴുകാം ഭാവമായി ആരുമറിയാതെ തന്തനത്താനാരോ തന്തനതാനാരോ സണ്ണിച്ച എന്നാ ഉണ്ട്? ആഹാ, ഇതാരും മിനിയോ? അടുത്ത ആഴ്ച ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് നാട്ടിൽ പോവുക. പിള്ളേർക്ക് അവിടെ ചെന്നിട്ട് ഏതാണ്ട് ട്രിപ്പൊക്കെ പോണെന്നാ പറയുന്നത്. എനിക്കാണെ എങ്ങോട്ട് പോണെന്ന് ഒരു പിടിയില്ല. ഹലോ ഹലോ, ഇവിടെ ഇവിടെ. ഇതാരാ? ആ
ചേട്ടന്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് എന്റെ കയ്യിൽ പരിഹാരമുണ്ട്. അതെ, ഒരു അടിപൊളി ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലൊരു ട്രാവൽ ഗൈഡായി ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ നിങ്ങളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോയിൽ ട്രിപ്പ് ആൻഡ് ട്രിപ്പുമായി ഞാൻ RJ അഞ്ജലി. ട്രിപ്പ് ആൻഡ് ട്രിപ്പ്. സെല്ലുലോയിഡിലെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സെല്ലുലോയിഡിലെ വിശേഷങ്ങളുമായി നിങ്ങൾക്കൊപ്പം ഞാൻ RJ സ്റ്റെഫി. മോനിഷ അഭിനയിച്ച അവസാന ചിത്രമാണ് ചെപ്പടി വിദ്യ. ചെപ്പടി വിദ്യ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴായിരുന്നു കാർ ആക്സിഡന്റിൽ മോനിഷ എന്ന നടി മലയാളക്കരയ്ക്ക് നഷ്ടമായത്. 1992 ഡിസംബർ 5 ഒരു പുലർച്ചെയാണ് മോനിഷയുടെ മരണം. ഷൂട്ടിംഗ് കഴിഞ്ഞ് പുലർച്ചെ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഡാൻസ് പ്രോഗ്രാമിന് പോകും വഴിയായിരുന്നു ആക്സിഡന്റ് നടന്നത്. യാത്രക്കിടയിൽ ഉറങ്ങിയ മോനിഷ പിന്നെ ഉണർന്നില്ല എന്നാണ് ശ്രീദേവി ഉണ്ണി പറയുന്നത്. ഒന്നും അറിയാതെയാണ് മോനിഷ 21 വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞത്. ശ്രീദേവി ഉണ്ണി ആക്സിഡന്റിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയാണുണ്ടായത്. ഒരു നിമിഷം കൊണ്ട് മലയാള സിനിമാ ലോകത്തിന് നഷ്ടമായത് എല്ലാ കഴിവുകളും നിറഞ്ഞ ഒരു നടിയെയാണ്. മോനിഷയുടെ പുഞ്ചിരിച്ച മുഖം മലയാളി മനസ്സിൽ നിന്നും ഒരിക്കലും മായില്ല. ഇന്നത്തെ നമ്മുടെ സെല്ലുലോയിഡ് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. സെല്ലുലോയിഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രതിഭകളുടെ പേരുകളും steffi@lmrlive.com മെയിൽ ചെയ്യുക. പുതിയൊരു പ്രതിഭയുടെ വിശേഷവുമായി നാളെ ഇതേ സമയം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഞാൻ RJ സ്റ്റെഫി. അതുവരെയും കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുവിൻ രാമസാമ്രാജ്യമേ. ദേവകളെ മാമുനിമാരെ സ്നേഹതാരങ്ങളെ സ്വപ്നങ്ങളെ പൂക്കളെ വിടയാകുമീ വേളയിൽ സ്വസ്തി സ്വസ്തി സ്വസ്തി. മംഗളതുന്തുനാദവുമായി മിഥിലാപുരിയിലെ മൺകിടാവിന് രാജകലയുടെ മാമാങ്കമേകിയ കോസല രാജകുമാര. സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. ആത്മനിവേദനമറിയാതെ എന്തിനൻ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. ആത്മനിവേദനമറിയാതെ എന്തിനൻ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. രാഗചൂടാമണി ചെങ്കോട്ടുറും വിലങ്ങെന്തിനു വെറുതെ പതിച്ചു വെച്ചു കോസല രാജകുമാര.
ഉണർത്തിയോരഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര രാജകുമാര എന്നും അസങ്കൽപ്പ പാദപത്മങ്ങളിൽ തല ചാച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ സീത ഉറങ്ങിയുള്ളൂ. പിടയ്ക്കുന്നു പ്രാണൻ വിതുമ്പുന്നു ശോകാന്തരാമായണം ദിഗന്ധങ്ങളിൽ മയങ്ങുന്നിതാശാപാശങ്ങൾ അധർമ്മം നടുങ്ങുന്ന മാത്താണ്ട പൗരുഷം രാമശിലയായി കറുത്തുവോ കൽപ്പാന്തവാരിയിൽ. അമ്മേ സർവം സഹയാ അമ്മേ രത്നഗർഭയാ അമ്മേ ത്രേതായുഗത്തിന്റെ കണ്ണുനീർമുത്തിനെ നെഞ്ചോടു ചേർത്തു ഉണർന്നെടുക്കൂ. സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. ആനന്ദനം